കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത NH 66 2025ഓടെ പൂർത്തിയാക്കാനാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2025 മെയ് മാസത്തോടെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടം ഡിസംബറോടെയും പൂർത്തിയാക്കും. 17 പുതിയ റോഡുകളുടെ പദ്ധതി കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചതായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സമീപനം പോസിറ്റീവായിരുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH 66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. 2025 മെയ് മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും. ബാക്കിയുള്ളത് 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും. എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിങ്ങോടുകൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യം. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അബ്ദുൾ റഷീദ് തുടരുന്നു. റഷീദ്, എന്തൊക്കെയായിരുന്നു ഇന്ന് ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത്? കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടന്ന ചർച്ചയിൽ കേരളത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ റോഡുകളുടെ നിർമ്മാണത്തിൽ വലിയ രീതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരാൻ സംസ്ഥാനത്തിനാകും. വിവിധ പദ്ധതികളോട് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ മന്ത്രി റിയാസ് നമ്മോട് പങ്കുവെച്ചത്. കാരണം ഈ NH 67 അത് NH 66 ദേശീയപാത 66 പ്രവർത്തികളുടെ ഒരു പ്രവർത്തന ചർച്ചകളൊക്കെ തന്നെയും ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒപ്പം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന മറ്റു പദ്ധതികളുടെ ഒരു അംഗീകാരം കൂടി ലഭിച്ചു എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നു. എന്തായാലും നാഷണൽ ഹൈവേ 66 പ്രവർത്തികളുടെ പ്രവർത്തന പുരോഗതി നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. എന്തായാലും ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 66 2025 ഡിസംബറോടെ പൂർത്തിയാകാനാകും. ഇത് ഡിസംബറോട് കൂടി തന്നെ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒപ്പം കേന്ദ്ര സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ പണം നൽകാൻ തയ്യാറാകാതെ വന്നപ്പോൾ സംസ്ഥാനം തന്നെ 5580 കോടി രൂപ ഈ NH 66 വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കേന്ദ്രം വലിയ രീതിയിൽ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ അവഗണന നേരിട്ടപ്പോൾ സംസ്ഥാനം അത് കൃത്യമായി ഇടപെട്ട് അതിനു വേണ്ട സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് വിവിധ പദ്ധതികൾ സംസ്ഥാനത്തെ കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ദേശീയപാത 66 കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. 5580 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഈ പദ്ധതി ഡിസംബറോട് കൂടി പൂർത്തിയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം 2025 മെയിൽ പൂർത്തിയാകും. രണ്ടാം ഘട്ടം ഡിസംബറോട് കൂടി തന്നെ പൂർത്തിയാകുമെന്ന ഒരു വിവരം കൂടി നമ്മോട് പങ്കുവച്ചിനൊപ്പം ഈ ഘട്ടങ്ങളിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും 50% പദ്ധതിയുടെ പൂർത്തീകരണം ഈ നടത്തിപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിവിധ ജില്ലകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ മുന്നേറുകയാണ്. പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെയും ഇതിന്റെ പ്രവർത്തനങ്ങൾ 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കും എന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുടരുന്നത്. അതിനു വേണ്ട നടപടികളൊക്കെ തന്നെയും സ്വീകരിക്കും. അതോടൊപ്പം വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് വിമാനത്താവളവും കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ 2 റോഡുകൾക്കുള്ള പദ്ധതി സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനും ഒരു അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ റോഡുകളൊക്കെ തന്നെയും അതിനെ DPR അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്ക് അതിന്റെ പുതിയ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചുള്ള പുതിയ DPR ഒക്കെ തന്നെയും ഉടൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിവിധ റോഡുകളുടെ പ്രത്യേകിച്ചും 17 പുതിയ റോഡുകൾക്കുള്ള പദ്ധതി കൂടി
കേന്ദ്രം പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മീറ്റിംഗോട് കൂടി സംസ്ഥാനത്തിന് പുതിയ പദ്ധതികളുടെ ഒരു വലിയ ആവിഷ്കാരം തന്നെയാണ് സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരും മാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രൊജക്ടിന്റെ പദ്ധതികൾക്ക് തന്നെ വിശദീകരണം നൽകാൻ സംസ്ഥാനത്തോട് എന്തായാലും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും നടത്തിയ ചർച്ചയിലാണ് കേരളത്തിന് ആശ്വാസകരമാകുന്ന അല്ലെങ്കിൽ കേരളത്തിന് സഹായകരമാകുന്ന വലിയ രീതിയിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനം തുടക്കം കുറിക്കാൻ പോകുന്നത്. ഷമി. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.